ഓപ്പറേഷൻ സിന്ദൂർ പിന്നിട്ട് ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ വിറച്ചു നിൽക്കുകയാണെന്ന് ലോകത്തിന് മനസ്സിലായി. പിന്നെ വ്യാജ വാർത്തകളെ യഥേഷ്ടം പാകിസ്ഥാൻ ക്യാമ്പുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുർക്കിയും ചൈനയും അസർബൈജാനും ഒക്കെയാണ് പാകിസ്ഥാന് ആശ്വാസവും പിന്തുണയുമായി ഒക്കെ എത്തുന്നതെങ്കിൽ അവർക്കൊപ്പം ഒരു ഭീകര സംഘടനയുടെ പിന്തുണ കൂടി പാകിസ്ഥാനെ തേടിയെത്തുകയാണത് അൽ ഖ്വയ്ദയാണ്. ലോകത്ത് മുഴുവൻ സമാധാനം കെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു സംഘടന. ഒസാമ ബിൻ ലാദന്റെ മരണശേഷം നിർജീവമായി എന്ന് കരുതിയെങ്കിലും പലയിടങ്ങളിലും അത് ചലനം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന അൽ ഖ്വയ്ദ ഓഫ് ഇന്ത്യ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തണം എന്ന ആഹ്വാനവുമായി പാകിസ്ഥാന് പിന്തുണയുമായി അവർ എത്തുന്നത്. പാകിസ്ഥാനിന്, അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ സംവിധാനങ്ങൾക്കൊക്കെ ഞങ്ങളിതാ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാന് എതിരെ ആക്രമണം നടത്തി ഇന്ത്യക്കെതിരെ ഞങ്ങളിത് ആക്രമണത്തിന് ഇറങ്ങുന്നു തുടങ്ങിയ ആഹ്വാനങ്ങളുമായാണ് അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന പിന്തുണയുമായി എത്തുന്നത്. ഒപ്പം പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? പല വിധത്തിൽ അവിടുത്തെ പോർ വിമാനങ്ങളൊക്കെ തലങ്ങും വിലങ്ങും പറക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്, അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്ന്. പാകിസ്ഥാൻ ഇന്നലെ പറഞ്ഞു സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും. പക്ഷേ വിദേശകാര്യമന്ത്രി പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കാനില്ല. അങ്ങനെ പലവിധ തീരുമാനങ്ങൾ എന്തെടുക്കണമെന്നും പോലും അറിയാതെ ഉഴലുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തിരിച്ചടി ഉണ്ടായാലും അതിനെങ്ങനെ മറുപടി നൽകണമെന്ന് നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് അറിയാമെന്നതാണ്. കനത്ത പ്രഹരം നൽകുമെന്ന്, അതായത് അതിർത്തിയിൽ പോർവിമാനങ്ങൾ പാറുന്നുണ്ട്, അത് ഇന്ത്യയുടെയും പാകിസ്ഥാനെയും പാറുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് ലക്ഷ്യം വെച്ചാൽ അതിനുള്ള മറുപടി അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കുമെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടയിലാണ് ഈ പേടിച്ചു വറച്ചു നിൽക്കുമ്പോൾ എങ്ങനെയും ലോകത്തിന് മുന്നിൽ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ വെറുതെ ആക്രമിക്കപ്പെട്ടെ എന്ന പ്രതീതി ജനിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം അത് ദയനീയമായി പൊളിഞ്ഞടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹം ഒരു വിദേശ ചാനലിലെ അഭിമുഖത്തിൽ പറയുകയാണ്, പാകിസ്ഥാൻ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. അപ്പോൾ അവതാരക ചോദിച്ചു എവിടെ, തെളിവ് എവിടെയെന്ന് ചോദിച്ചു. തെളിവുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ നിറയെ തെളിവുണ്ടല്ലോ എന്നാണ് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ശേഷം രാജ്യത്തിന് മുമ്പിൽ, ലോകത്തിന് മുന്നിൽ വെച്ച തെളിവ് എല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് ആക്രമണം നടത്തിയത്, എന്താണ് അതിന്റെ ദൃശ്യങ്ങൾ, അങ്ങനെ തെളിവ് നിരത്തിയാണ് ഇന്ത്യ ഓരോ സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ തെളിവുണ്ടല്ലോ എന്ന്. അവസാനം പൊളിഞ്ഞടുങ്ങി വീണു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും, ആ രാജ്യത്തെന്ത് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു പ്രതിരോധ മന്ത്രിയാണ് പാകിസ്ഥാൻ്റേത് എന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞതാണ്. പക്ഷേ പാകിസ്ഥാന്റെ ചില വ്യാജ നീക്കങ്ങൾ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന യഥേഷ്ടം തുടരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതിനേക്ക് ഏറ്റുപിടിക്കുന്ന ചിലരെങ്കിലുമുണ്ട് എന്ന വാസ്തവമാണ്. പക്ഷെ അതിനെ മറികടക്കുന്ന ഒന്ന് എന്ന ഒറ്റ ഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യാജ വാർത്തകൾ തുടരട്ടെ, പാകിസ്ഥാന്റെ ഏത് നീക്കവും വരട്ടെ, അതിനെതിരെ പോരാടാൻ ഭാരതമുണ്ട് ഒരുമിച്ച് മുന്നോട്ട്.